കുട്ടികൾ കളിക്കുന്നതിനിടയിലാകും എല്ലാ ദിവസവും വല്യമ്മച്ചി പ്രാർത്ഥിക്കാൻ വിളിക്കുക. കളിയുടെ ആരവങ്ങൾക്കിടയിൽ കുറെ നേരമെങ്കിലും മറ്റുള്ളവർ ആ വിളി കേട്ടില്ലെന്ന് നടിക്കും. എന്നാൽ വല്യമ്മച്ചിയുടെ ശബ്ദം കേൾക്കേണ്ട താമസം മേരിക്കുഞ്ഞ് ഓടിച്ചെല്ലും. ചെറുപ്പം മുതൽ ദേവാലയത്തോടും പ്രാർത്ഥനയോടും ചേർന്ന് നിന്ന മേരിക്കുഞ്ഞ് പിന്നീട് സിസ്റ്റർ റാണി മരിയയായി. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്ത് പുല്ലുവഴിയിലെ വട്ടാലിൽ പൈലി ഏലീഷ ദമ്പതികൾക്ക് 7 മക്കളാണ് ഉണ്ടായിരുന്നത്. 5 പെണ്ണും 2 ആണും. അതിൽ 2 പേർ സമർപ്പിത ജീവിതം തിരഞ്ഞെടുത്തു, സിസ്റ്റർ റാണി മരിയയും സിസ്റ്റർ സെൽമി പോളും. എന്നാൽ സിസ്റ്റർ റാണി മരിയ രക്തസാക്ഷിയായതോടെ ആ വീട്ടിലെ മക്കളുടെ എണ്ണം 8 ആയി. സിസ്റ്റർ റാണി മരിയയുടെ നെഞ്ചിലേക്ക് 54 തവണ കടാര കുത്തിയിറക്കിയ സമുന്ദർ സിംഗിനെ ഏറ്റവും ഇളയ മകനായി വട്ടായിൽ കുടുംബം ഏറ്റെടുത്തു. ഏറെ കാലങ്ങൾക്ക് ശേഷം സിസ്റ്റർ റാണി മരിയയുടെ അമ്മ ഏലീശയുടെ ഓർമ്മ മറിഞ്ഞ് മരണാസന്നയായെങ്കിലും ആരെയോ പ്രതീക്ഷിച്ചെന്ന പോലെ ജീവൻ കാത്തുനിന്നു. ഗുരുതരാവസ്ഥ അറിഞ്ഞ് സമുന്ദർ സിംഗ് കാണാനെത്തി. സ്പൂണിൽ വെള്ളമെടുത്ത അമ്മയുടെ നാവിലേക്ക് പകർന്നു. മകളുടെ ഘാതകനെത്തിയപ്പോൾ ഓടിച്ചെന്ന് കരങ്ങളിൽ ചുംബിക്കുകയും വീട്ടിലേക്ക് സ്വീകരിക്കുകയും ലോകത്തിനു മുൻപിൽ ക്ഷമയുടെ സ്നേഹത്തിൻ്റെ പ്രതീകമായി മാറുകയും ചെയ്ത ആ അമ്മയുടെ ശവമഞ്ചം ചുമക്കാൻ ജന്മം നൽകിയ മക്കളോടൊപ്പം ഇളയ മകനും ഉണ്ടായിരുന്നു. 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് ശേഷം മഠത്തിൽ ചേരണമെന്ന മേരിക്കുഞ്ഞിൻ്റെ ആഗ്രഹത്തിന് മാതാപിതാക്കൾ അത്ര അനുകൂലമായിരുന്നില്ല. അവൾക്ക് മഠത്തിൽ ചേരാൻ ആഗ്രഹമാണെങ്കിൽ അവൾ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞത് മേരിക്കുഞ്ഞിൻ്റെ പ്രിയപ്പെട്ട വല്യമ്മച്ചിയായിരുന്നു. സഭാവസ്ത്ര സ്വീകരണം കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷമാണ് സിസ്റ്റർ റാണി മരിയയ്ക്ക് താൻ ഏറെ ആഗ്രഹിച്ച മിഷനിലേക്ക് പോകാൻ അവസരം ലഭിച്ചത്. ബിജനോറിലേക്കായിരുന്നു ആദ്യ യാത്ര. അവധിക്ക് നാട്ടിലെത്തുമ്പോഴും ബന്ധുവീടുകളിൽ നിന്നും സ്വന്തം വീട്ടിൽ നിന്നും പഴയ വസ്ത്രങ്ങൾ ശേഖരിച്ചു കൊണ്ടുപോകുന്നത് സിസ്റ്റർ റാണി മരിയയുടെ പതിവായിരുന്നു. ഉദയനഗറിലെ പാവങ്ങൾക്ക് കൊടുക്കുവാനായിരുന്നു അതെല്ലാം. വീട്ടിൽ വരുമ്പോൾ വില കുറഞ്ഞ വസ്ത്രമേ സിസ്റ്റർ റാണി മരിയ ധരിക്കാറുള്ളൂ. ചേച്ചിക്ക് കുറച്ചുകൂടി നല്ല വസ്ത്രം ധരിച്ചൂടെ എന്ന ഒരു ബന്ധുവിൻ്റെ ചോദ്യത്തിന് ഉദയനഗറിൽ വന്ന് അവിടുത്തെ പാവങ്ങളുടെ വസ്ത്രം കണ്ടാൽ മേലിൽ ഈ ചോദ്യം ചോദിക്കില്ല എന്നായിരുന്നു സിസ്റ്റർ റാണി മരിയയുടെ ഉത്തരം. ഭോപ്പാലിൽ ക്യാൻസറിന് ചികിത്സയിലായിരുന്ന അനുജത്തി സിസ്റ്റർ സെൽമിയെ കാണാൻ മരിക്കുന്നതിന് 2 ആഴ്ച മുൻപ് സിസ്റ്റർ റാണി മരിയ പോയിരുന്നു. താൻ ജന്മിമാരുടെ കണ്ണിലെ കരടായി കഴിഞ്ഞതിനാൽ ജീവൻ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയെക്കുറിച്ചും അന്ന് അനുജത്തിയോട് സൂചിപ്പിച്ചിരുന്നു. നിശബ്ദരാക്കപ്പെട്ടവർക്ക് വേണ്ടി വാദിച്ചു എന്നതാണ് സിസ്റ്ററിനെ ജന്മിമാരുടെ ശത്രുവാക്കിയത്. സർക്കാരിൽ നിന്ന് സാധാരണക്കാർക്ക് ലഭിക്കുന്ന ഗ്രാൻറ്റുകളും ആനുകൂല്യങ്ങളും ജന്മിമാർ വാങ്ങിയെടുക്കും. തുച്ഛമായ തുക മാത്രമേ ആളുകൾക്ക് നൽകുകയുള്ളൂ. തട്ടിപ്പ് മനസ്സിലാക്കിയ സിസ്റ്റർ റാണി മരിയ പണം നേരിട്ട് ഗ്രാമീണർക്ക് നൽകണമെന്ന ആവശ്യവുമായി അധികാരികളെ സമീപിച്ചു. സിസ്റ്ററിൻ്റെ നിരന്തരമായ അഭ്യർത്ഥനകൾക്കൊടുവിൽ കർഷകർക്ക് അനുവദിച്ചിരിക്കുന്ന ഗ്രാൻറ്റ് നേരിട്ട് നൽകാൻ ഉദ്യോഗസ്ഥർ നിർബന്ധിതരായി. എന്നാൽ സിസ്റ്ററിൻ്റെ ജീവൻ എടുത്തുകൊണ്ടാണ് ജന്മിമാർ പകരം വീട്ടിയത്. 1995 ഫെബ്രുവരി 25 പുല്ലുവഴിയിലേക്ക് വരുന്നതിനായി ഉദയനഗറിൽ നിന്ന് ഇൻഡോറിലേക്ക് ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന സിസ്റ്ററിനെ സമുന്ദർ സിംഗ് എന്ന വാടക കൊലയാളി ബസ്സിൽ വെച്ച് കുത്തി കൊലപ്പെടുത്തി. മറ്റുള്ളവരുടെ കഷ്ടതകളും വേദനകളുമായിരുന്നു എന്നും സിസ്റ്റർ റാണി മരിയയുടെ സങ്കടങ്ങൾ. സ്വർഗത്തിൽ എത്തിയതിനു ശേഷവും കാരുണ്യം നിറഞ്ഞ ആ മനസ്സ് ദൈവസന്നിധിയിൽ നിരന്തരം മാധ്യസ്ഥം വഹിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് പിന്നീട് അനേകർക്ക് ലഭിച്ച അത്ഭുതകരമായ സൗഖ്യങ്ങൾ. മധ്യപ്രദേശിലെ നച്ചൻബോറിൽ സിസ്റ്റർ കുത്തേറ്റ് വീണ സ്ഥലത്ത് സ്ഥാപിച്ചിരിക്കുന്ന സ്മൃതി മണ്ഡപത്തിനു മുൻപിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ഈ പാപം ഇയാളുടെ മേൽ ആരോപിക്കരുതേ. ആ സ്മൃതി കുടീരത്തിനു മുന്നിൽ പ്രാർത്ഥിക്കാനെത്തുന്നവരിൽ സമുന്ദർ സിംഗും ഉണ്ട് എന്നത് നമ്മെ അത്ഭുതപ്പെടുത്തും. വിശുദ്ധാരാമത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയയെ ഓർക്കുന്ന ഈ നാളുകളിൽ ക്ഷമയുടെയും മാനസാന്തരത്തിൻ്റെയും മധ്യസ്ഥയായ ആ പുണ്യജീവിതം നമുക്കും മാതൃകയാകട്ടെ. കുറച്ചുകൂടി ക്ഷമിക്കാൻ, കുറച്ചുകൂടി സ്നേഹിക്കാൻ. നന്ദി.